അല്ലെങ്കിൽ ജയിൽ. രണ്ടായാലും നമുക്ക് കണക്കല്ലേ. പെടുകയാണെ പെടട്ടെ. കുറെ കാശയിൽ വന്നിട്ട് വേണം ശരിക്കൊന്നും വിലസാൻ. പടച്ചോനെ എല്ലാം നീ കാണിച്ചു തന്നെ. പിന്നെ പഠിച്ചോൻ്റെ പണിയതല്ലേ. ഇണ്ടാതെ കിടന്ന് ഉറങ്ങി രണ്ടാള്. ഇവന് വേറെയും ചില ചുറ്റിക്കളികളുണ്ടെന്ന് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഏട്ടാ, ഞാൻ വിളിക്കാം. ശരി എന്നാ വിട്ടോ. ബാലുവായിട്ട് അടിയുണ്ടാക്കിയ സംഭവത്തിന് ശേഷം ഞങ്ങൾ രാജുവായിട്ടുള്ള കൂട്ടൊഴിവാക്കി. അത് മാത്രമല്ല, തനിച്ചൊരു ഓപ്പറേഷനിലൂടെ കുറച്ച് കാശുണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോകാനും തീരുമാനിച്ചു. പോലീസ് തിരിച്ചോ വളയ്ക്കോടാ. നോക്കണ്ട്. വിട്ടോ നീ ഇവിടെ നിൽക്കേ, ഞങ്ങൾ പോയിട്ട് വരാം. ഇത് പിടി. നീ ഇവിടെ ഒതുങ്ങി അവിടെ നിന്നോ. വാ. താക്കോലെടുക്ക്. അതല്ല, ആ തീരിൻ്റെ താക്കോലിട്ട് നോക്കി. മറ്റേ അത് തന്നെ. ആരെങ്കിലും ഉണ്ടാവോ? എടാ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ആളില്ല. ഇനി അവരെങ്ങാനും ഇന്ന് വന്നിട്ടുണ്ടെങ്കിലാ? മിണ്ടാതെ പാടാ. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കയറിയാലോ? എനിക്ക് പേടിയായിട്ട് പാടില്ല. അതാ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. ഇവിടെ വല്ലതും ഉണ്ടാവോ? അറിയില്ല, വാ നോക്കാം. മിണ്ടാതിരിടാ. നോക്ക്. നോക്കവിടെ. വാ നോക്കാം. നോക്കട്ടെ. ഇവിടെ ഒന്നൊരു കോപ്പുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണം. കയറിയത് വെറുതെ ആയോ? വല്ല ബാങ്കിലെ ATM കയറിയാൽ മതി. നമ്മളെ പറഞ്ഞല്ലേ. ചെല്ല്. ആ റൂമിൽ ആരെങ്കിലും ഉണ്ടെങ്കിലാ? അറിയില്ല, വാ നോക്കാം. ഇതിനകത്ത് നോക്കണോ? പൂട്ടിയിട്ടില്ല. ചിലപ്പോൾ മറന്നതാണെങ്കിലോ? പറയാൻ പറ്റത്തില്ല, വാ.
എന്ത് വേണം നടക്ക് നോക്കുന്നു തുറക്കടാ നീ നോക്കടാ ആകെ ഇത്രയുള്ള ഇനി ഇത് വല്ലതും കൊണ്ടുവരിക്കൂ ഉണ്ടായിരടാ പിടി കൊച്ചാപ്പ പോലെ ബിസിനസ് തുടങ്ങാം പോടണം എന്തൊക്കെ പാടുപെട്ടതാണ് ഇതിലും ഭേദം വല്ല തെണ്ടാൻ പോണതാണ് കോപ്പ് പണ്ടാറടങ്ങാൻ എന്താ കട്ടിലാരായിട്ട് കിടപ്പുണ്ട് ഒരു ചായ കിട്ടുമായിരിക്കുമല്ലോ അല്ലേ? കുറച്ച് ദിവസമായി തുറന്നിട്ട്. പിള്ളേര് പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞല്ലേ? ഇയാൾക്ക് അവരറിയാം. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? സ്റ്റൗ കത്തുന്നു, വെള്ളം വെച്ചില്ല. എന്നടാ ബേ പോരുന്നോ? ബാലവിലക്ക് കേസ് എടുക്കാം. ഞാൻ വരില്ലേ സാർ? എന്നാ വേണ്ട. പാതിരക്ക് മുമ്പ് അങ്ങ് എത്താലോ അല്ലേ? ഇനിയിപ്പോൾ റോഡിൽ റഷ് കൂടും, പുറകെ ബ്ലോക്കും. സമയത്ത് എത്തുന്നവരും കഷ്ടമാണ് സാറേ. കൊന്നതാണല്ലേ? വെള്ളം എടുത്തുകൂടി. അശ്വതി ആത്മഹത്യ ചെയ്തു. അങ്ങനെയാണ് പോലീസ് ഫയലില്. അങ്ങനെ അല്ലാന്നറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. എങ്ങനെയാ വന്നത്? ദാ വെച്ചോ.
കുറെ നാളായി സാറേ ഈൻ്റെ വയ്യന്നിങ്ങനെ നടക്കുന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം. വല്ലാത്ത കഷ്ടപ്പാടുണ്ടാ. നോക്കാം, ഒക്കെ ശരിയാവും. ധൈര്യമായിട്ട് വയ്ക്കും. നോക്കണ്ട, വോട്ടർ തന്നെയാ. മറ്റേ പയ്യനാ കോളനിന്ന്. ഹലോ, ആ ഞാൻ വിചാരിച്ചു മറന്നെന്ന്. ഞങ്ങൾ എത്തിയേക്കാം, പക്ഷെ ഇത്തിരി കഴിയും. ഇന്ന് കുറേ അധികം പേരുണ്ട്. വോട്ട് വാങ്ങിപ്പോയില്ലേ, ഇതുങ്ങളെയൊക്കെ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് വരാൻ പറ്റുമോ? ബേബിച്ചാനെ കൂട്ടി ഞാനങ്ങ് എത്തിയേക്കാം. ഓക്കെ. അന്നത്തെ കൂട്ടനായിരിക്കടേ. അപ്പം തിന്നതും പോരാ, എന്നിട്ട് എന്നെ കൊണ്ടൊന്നും. ബേബിച്ചോ, സൂക്ഷിച്ചോ, ഇതൊരു വല്ലാത്ത കളിയാണേ. പന്നെ പൊലയാടിത്തരം പറയരുത്. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് അവരാധിക്കാന്ന് വരുത്താണോ? പുണ്യാളന്മാര്. ദേ, എന്നെ കൊണ്ടൊന്നും വിളമ്പിക്കല്ലേ. ഞരക്കവും മൂടലും മാത്രം ഉണ്ടല്ലോ. കാറ്റ് പോവോ? സംഗതി കൊള്ളാം. ഞാൻ വരട്ടെ, അടുത്താകുമ്പോ അറിയിക്കാം. ഓരത്തുള്ള ഭാഗ്യം. കിടക്കണ കിടപ്പ് കണ്ടില്ലേ? നമ്മക്കിതിങ്ങനെ നോക്കിക്കാനേ വിധിയുള്ളൂ. എന്റെ മാവും പൂക്കും. മോഹന, നിന്റെ അങ്ങേര് നേതാവും MLA-യും കോപ്പും കുറച്ചൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാ കാര്യം, കൂടെ നടക്കുന്നതിന് ഒരു കാര്യം അങ്ങേര് ചെയ്തു കൊടുക്കത്തില്ല. കോതിപ്പിച്ചുകൊണ്ട് നടക്കും പട്ടിയുടെ മോൻ. കുറച്ചൊക്കെ അറിയാലോ. ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതുപോലെ തന്തയ്ക്ക് പറക്കാത്ത പല പണികളും കാണിച്ചിട്ടാ പലവന്മാരും പല പദവിയിലും എത്തിയത്. ഇപ്പം മണ്ഡലം കമ്മിറ്റിയിൽ എത്തിയില്ലേ, സഹിച്ചുന്നില്ലേ? നോക്കട്ടെ, ഒരു വെടിക്കുള്ള മരുന്ന് നമ്മുടെ കയ്യിലും ഉണ്ടല്ലോ. കോളനിന്ന് അവളെന്നടാ അവിടെ തന്നെ നിൽക്കുന്നത്? വന്ന് വണ്ടി കയറാൻ പറ. അവനെവിടെ? പഴയ സ്ഥലം തന്നെയാണോ? അല്ല, വേറെ അണ്ണൻ അങ്ങോട്ട് വന്നോളാന്നാ പറഞ്ഞ. നിങ്ങ പുറകെ വന്നാൽ മതി, ഞാൻ കൊണ്ടുവന്നോളാം. എടാ പോയി, ഇത് കൊള്ളാലടാ മറ്റേതിനേക്കാളും. ഇവനിത് എങ്ങോട്ടേ പോണത്? ഹേയ്, നീ ഒന്ന് പിടയ്ക്കാനേടേ. ഒന്നുമില്ലേ, ഈ യാത്ര ഒരു സുഖല്ലേ. മുന്നിൽ അവിടെ ഇങ്ങനെ പോവല്ലേ, ഒരു വരാല് പോലെ. എടാ പോയി, ഇത് നമുക്ക് മാത്രം മതി കേട്ടോ. നിന്റെ ഏമാനോട് പോകാൻ പറ. അതെങ്ങനെ ശരിയാവും? കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എച്ചിരി ഒന്ന് ശീലിച്ചല്ലേ. മോനോ, ഇത് കൊള്ളാലടാ പോയി. ജീവിതം ആഘോഷിക്കുമ്പോ ഇങ്ങനെയും ചില ചേഞ്ചുകൾ നല്ലതാ അല്ലടോ ഇവിടെ ശരിക്കും പടം ഓടിക്കുന്നുണ്ടാവും. നമ്മുടെ പടം ഓടായിരുന്നാ മതി. നീ വാടേ,
ബേബിച്ചോ ഇതെന്താ ഇങ്ങനൊരു സ്ഥലം? കുഴപ്പാവോ? നോക്കാന്നേ, എല്ലാത്തിനും ഒരു ത്രില്ല് വേണ്ടടോ പോയി. ത്രില്ല് എനിക്ക് പേടിച്ചിട്ട് പാടില്ല. ഒന്നുമില്ലാലും നമ്മൾ തടിമാടന്മാരെ ആണുങ്ങളല്ലേ, ഇങ്ങനെ പേടിത്തുള്ളിടായാലോ? വെറുതെ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള നിങ്ങളുടെ ഓട്ടം അവസാനിച്ചത് തമിഴ്നാട്ടിലാണല്ലേ? കയ്യിലെ കാശ് കയറുന്നപ്പോൾ ബൈക്ക് വെക്കാനുള്ള ശ്രമത്തിലെ പോലീസിന്റെ പിടിയിലുമായി. ഇനിയിപ്പോൾ ജയിലിൽ കഴിയാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഓർമ്മ വെച്ച കാലം പോലെ ജയിലിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു സാറേ. പിന്നെ ഈ മറ്റുള്ളവരൊക്കെ പോലെ ജീവിക്കാനൊരു കൊതി തോന്നി. അതിപ്പോൾ ഇങ്ങനെ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി സാർ. പുറത്തെല്ലാമുള്ള ഈ ലോകത്തെക്കാളും നല്ലത് ഞങ്ങൾ ജീവിച്ച ജൂനിയർ ഹോം തന്നെ. മതിലിനുള്ളിലാണെങ്കിലും അവിടെ കൊലയും കൊലപാതകങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പുറത്താണല്ലോ അതെല്ലാം. കുറ്റം ചെയ്തവരെന്തും കുറ്റവാളികൾ തന്നെ. അവർക്ക് നിയമത്തിന്റെ മുമ്പിൽ ഇളവുകളൊന്നും ഉണ്ടാവില്ല.
പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. കൊല നടത്തിയിട്ട് രക്ഷപ്പെടാനുള്ള കഴിവൊന്നും നിങ്ങൾക്കില്ല. ഞങ്ങളാരും കൊന്നിട്ടില്ല. ഇവന്റെ പ്രാണനായിരുന്നു സാറേ അവള്. ആരോരുമില്ലാത്ത ഞങ്ങൾക്ക് ഒരു കുഞ്ഞനീത്തിയെ പോലായിരുന്നു അവള്. അവളെ കൊന്നവന്മാരെ തീർക്കേണ്ടത് തന്നെയാ. ആ അണ്ണനായിരുന്നു, അറിയത്തില്ലേ? നമ്മുടെ ആള് തന്നെ. പക്ഷെ മൂപ്പരെ ഇലക്ഷൻ സമയത്ത് മാത്രമേ കാണത്തുള്ളൂ. വോട്ട് പിടുത്തം കൂടുതലങ്ങ് സുഖിപ്പിക്കല്ലേ പി എ സാറേ. എന്താ ഈ നേരത്തൊരു കച്ചവടം? ഇലക്ഷൻ ഇനിയും ഉണ്ടല്ലോ വർഷങ്ങൾ. ഇലക്ഷനൊക്കെ വിടുന്നേ. ആ ചെറുക്കനെന്തേ? അവനെ തന്നെ വേണമെന്നുണ്ടോ? ഏയ്, അണ്ണൻ ഈ പരിപാടിയോട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? അല്ല, അപ്പൊ ഡീലിങ്സ് നമ്മൾ തമ്മിൽ നേരിട്ട് മതിയല്ലോ. ചുമ്മാ നോക്കി നിൽക്കാതെ മുതലിങ്ങ് വിളിക്കുന്നേ. എന്നാലും എൻ്റെ കൊച്ചേ, നീ വല്ലാണ്ടങ്ങ് കറക്കി കളഞ്ഞു കേട്ടോ. അപ്പൊ ബാക്കി സെറ്റിൽമെന്റ് ഒക്കെ എങ്ങനെയാ? അതൊക്കെ അവനുമായിട്ട് തന്നെ നടത്തിയാൽ മതി. എന്നിട്ട് ആ കഴിവേറി എന്ത് ചെയ്യേ? ഓ, അപ്പൊ ഞങ്ങളെ ട്രാപ്പിലാക്കിയായിരുന്നല്ലോടാ പട്ടികളെ. ഇങ്ങോട്ട് പോണം. ഞങ്ങളോട് കളിക്കല്ലേ? ഞങ്ങളുടെ പൊളിറ്റിക്കൽ പവറിനെ കുറിച്ച് നിനക്ക് അറിയാലോ. പിന്നെ നല്ലോണം അറിയാം പി എസ് സാറേ. പക്ഷെ ഇത് സ്ഥലം വേറെയാ. ഇതിനകത്തോട്ട് വലതുകാലി വെച്ച് കയറിയ ഒരു മോനും ഞങ്ങൾ പോവണ്ടെന്ന് വെച്ചാൽ പോകത്തില്ല. അതുകളാ പിടിച്ചകത്താക്കിയ പിന്നെ നീയൊന്നും പുറലോകം കാണത്തില്ല. എന്നെ പോലുള്ളവർക്ക് അകവും പുറമെല്ലാം കണക്കാ സാറേ. പിന്നെ ഈ കോളനിക്കൊരു പേര് ദോഷമുള്ളത് മോഹനൻ സാറിന് അറിയാലോ അല്ലേ? ഇവിടത്തുകാരെ പിടിക്കാനും അകത്താക്കാനും ഒക്കെ ഇച്ചിരി അറയ്ക്കും. അങ്ങനെ ചെയ്തവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട് നല്ലോണം. നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർക്കൊക്കെ അതറിയാം. ഞങ്ങളെ ഇങ്ങനെ ആക്കിയതും നിങ്ങളൊക്കെ തന്നെയല്ലേ? അനുഭവിക്കും. ആണുങ്ങൾ നിങ്ങൾ മാത്രമാണ് കരുതിയ. എടോ, അപരാധിക്കാൻ തീരുമാനിച്ചാൽ നടത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു രീതിയാ. ഏതായാലും കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ഇവളെയും കൊണ്ട് ഞങ്ങളങ്ങ് പോവാ. വടി.